ചാലക്കുടി നഗരത്തിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. നടപടി സ്വീകരിക്കാൻ വൈകിയാൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് പ്രതിഷേധക്കാർ. കല്ലമ്പലം നാവായിക്കുളത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 17 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. അപകടത്തിൽപ്പെട്ടത് കൊടകര MBA കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് പുതുക്കി. 2 വർഷത്തിനും മുകളിലുള്ള നിക്ഷേപത്തിന്റെ പലിശ നിരക്ക് 8-ൽ നിന്നും 8.10% ഉയർത്തി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ 20ഓളം പേർക്കാണ് കടിയേറ്റത്. നടപടി സ്വീകരിക്കാൻ ഇനിയും വൈകിയാൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. നഗരത്തിൽ തെരുവുനായകൾ ജനങ്ങളെ ഓടിച്ചിട്ട് ആക്രമിക്കുമ്പോഴും നഗരസഭാ ചെയർപേഴ്സൺ പരിഹാരം കണ്ടെത്താനോ നടപടി സ്വീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ 20ഓളം പേർക്കാണ് കടിയേറ്റത്. നായപിടുത്തക്കാരെ കൊണ്ടുവന്ന് ഒരു പ്രഹസനം നടത്തിയതല്ലാതെ നായശല്യത്തിന് അറുതി വരുത്താൻ തയ്യാറാകുന്നില്ല. നായശല്യം പരിഹരിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനായി അടിയന്തര കൗൺസിൽ വിളിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ ചെയർപേഴ്സന് കത്ത് നൽകിയെങ്കിലും കൗൺസിൽ വിളിക്കാൻ പോലും ചെയർപേഴ്സൺ തയ്യാറാകുന്നില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ബഹുമാനപ്പെട്ട ചാലക്കുടി നഗരസഭ അധ്യക്ഷയുടെ അടുത്തും അതുപോലെ തന്നെ നഗരസഭാ സെക്രട്ടറി അടുത്തും ഞങ്ങൾ അടിയന്തര കൗൺസിൽ യോഗം ചേരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഉത്തരവാദിത്തപ്പെട്ട ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു കൗൺസിൽ കൊണ്ടു നടക്കുന്ന നഗരസഭ അധ്യക്ഷ ആണെങ്കിൽ അതിന് ഇത്രയും വലിയ വിഷയം ഇവിടെ ഉണ്ടായിട്ട് അടിയന്തരമായി കൗൺസിൽ വിളിക്കേണ്ട ഉത്തരവാദിത്തം നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെ കളിയാക്കുന്ന തരത്തിലാണ് അവരെടുത്ത സമീപനം എന്ന് പറയുന്നത്. ഇന്ന് നോക്കൂ, 4 പേരെയാണ് ചാലക്കുടി പട്ടണത്തിൽ തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. അതിൽ 15 വയസ്സിൽ താഴെയുള്ള ഒരു ചെറിയ കുട്ടിയടക്കം, സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയടക്കം ആക്രമിച്ചിരിക്കുക. എന്ത് നടപടി ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭ എടുത്തു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. നിങ്ങൾ നോക്കൂ, ഈ സമീപ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലക്കകത്ത് ഈ സംസ്ഥാനത്താകെ തന്നെ നിങ്ങൾ നോക്കിക്കോ, എവിടെയെങ്കിലും സമാന രീതിയിൽ ദിവസങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി കഴിയുമ്പോൾ എല്ലാ ദിവസവും തെരുവ് നായ്ക്കൾ ഓടിച്ചിട്ട് മനുഷ്യരെ കടിക്കുന്ന ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പേര് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? നടപടി സ്വീകരിക്കാൻ ഇനിയും വൈകിയാൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി. പ്രതിപക്ഷ കക്ഷി ലീഡർ ജിൽ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഉഷാ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. VJ ജോജി, വിൽസൺ പാണാട്ടുപറമ്പിൽ, അൽഫോൺസ് ചാക്കോ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. കല്ലമ്പലം നാവായിക്കുളത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 17 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. കൊടകര MBA കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം 42 അംഗ സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. വിഴിഞ്ഞത്തേക്ക് പഠനയാത്രയ്ക്കെത്തിയ സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. കൊടകര MBA കോളേജിലെ വിദ്യാർത്ഥികൾ പഠനയാത്ര പോയ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു. 17 പേർക്ക് പരിക്ക്. കല്ലമ്പലം നാവായിക്കുളത്തായിരുന്നു അപകടം. വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം 42 അംഗ സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. വിഴിഞ്ഞത്തേക്ക് പഠനയാത്രയ്ക്ക് എത്തിയ സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെ 3:30-നാണ് അപകടം നടന്നത്. ദേശീയപാതയിലെ സർവീസ് റോഡിൽ ബസ് നിയന്ത്രണം വിട്ട് ചരിഞ്ഞാണ് അപകടം സംഭവിച്ചത്. വിദ്യാർത്ഥി ക്രിസ്റ്റോഫ് പോൾ, അസിസ്റ്റന്റ് പ്രൊഫസർ നോയൽ വിൽസൺ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മീഡിയ ടൈം, കൊച്ചി. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് പുതുക്കി. 2 വർഷത്തിനു മുകളിലുള്ള നിക്ഷേപത്തിന്റെ പലിശ നിരക്ക് 8-ൽ നിന്നും 8.10% ഉയർത്തി. സഹകരണ രജിസ്ട്രാർ നിശ്ചയിച്ചതിലും അധികം പലിശ നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട സ്ഥാപനത്തിന് നിക്ഷേപം സ്വീകരിക്കുന്നതിനുള്ള അധികാരം റദ്ദാക്കും. സംസ്ഥാനത്ത് സഹകരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളുടെ പരമാവധി പലിശ നിരക്ക് പുതുക്കി. സർവീസ് സഹകരണ ബാങ്കുകൾ, അർബൻ സഹകരണ സംഘങ്ങൾ, പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കുകൾ, റീജിയണൽ റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, എംപ്ലോയീസ് സഹകരണ സംഘങ്ങൾ, അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് സഹകരണ സംഘങ്ങൾ, മിസലേനിയസ് സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ മുഴുവൻ പ്രാഥമിക സംഘങ്ങൾക്കും പുതിയ നിരക്ക് ബാധകമാണ്. 15 മുതൽ 45 വരെ ദിവസത്തെ നിക്ഷേപത്തിന് 6.25%, 46 മുതൽ 90 ദിവസം വരെ
നിക്ഷേപത്തിന് 6.75% നിലവിലെ നിരക്ക്. ഇത് അതേപടി നിലനിർത്തി. 91 മുതൽ 179 വരെ ദിവസത്തെ നിക്ഷേപത്തിന് പലിശ നിരക്ക് 7.25% 7% കുറച്ചു. 180 മുതൽ 364 വരെ ദിവസത്തെ നിക്ഷേപത്തിന് 7.75%, 1 മുതൽ 2 വർഷത്തിൽ താഴെ വരെയുള്ള നിക്ഷേപത്തിന് 8% ഇപ്പോഴത്തെ പലിശ നിരക്ക്. ഇത് തുടരും. 2 വർഷത്തിനും മുകളിലുള്ള നിക്ഷേപത്തിൻ്റെ പലിശ നിരക്ക് 8 നിന്ന് 8.10% ഉയർത്തി. മുതിർന്ന പൗരന്മാരുടെ സ്ഥിര നിക്ഷേപങ്ങൾക്ക് പുതുക്കിയ നിരക്കിന് പുറമെ പരമാവധി 5.0% നിരക്കിൽ അധിക പലിശ നൽകണം. സേവിങ്സ് ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശ നിരക്കിൽ മാറ്റമില്ല. പുതുക്കിയ നിരക്ക് കഴിഞ്ഞ ദിവസം ആരംഭിച്ച നിക്ഷേപ സമാഹരണ യജ്ഞത്തിനും ബാധകമാണ്. സഹകരണ രജിസ്ട്രാർ നിശ്ചയിച്ചതിലും അധികം പലിശ നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട സ്ഥാപനത്തിൻ്റെ നിക്ഷേപം സ്വീകരിക്കാനുള്ള അധികാരം റദ്ദാക്കും. മീഡിയ ടൈം, മാള. ഫിഷറീസ് വകുപ്പിന്റെ പൊയ്യ ഫാമിൽ ശാസ്ത്രീയമായ മത്സ്യകൃഷി പിന്തുടരുന്നില്ലെന്ന് പരാതി. ഇതിനെ തുടർന്ന് ഫാമിന്റെ വരുമാനത്തിലും കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. വനാമി ചെമ്മീൻ കൃഷി നിർദ്ദിഷ്ട സമയത്തിന് മുൻപേ വിളവെടുത്തത് ചൂണ്ടിക്കാട്ടിയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. പൊയ്യ മാള മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഫാമാണ് അഡാക്ക്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന മത്സ്യകൃഷി കേന്ദ്രം ഇപ്പോൾ വർഷം തോറും നഷ്ടത്തിലേക്ക് നീങ്ങുന്ന ഗൗരവകരമായ അവസ്ഥയിലാണ്. വകുപ്പിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടത്തിയ വനാമി ചെമ്മീൻ കൃഷി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗുരുതരമായ പരാജയത്തിലേക്കാണ് വഴുതി വീണിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. മാതൃകയായി നിൽക്കേണ്ട സർക്കാർ ഫാം തന്നെ കൃഷി നിലനിർത്താൻ കഴിയാതെ വരുമ്പോൾ അതിനെ ആശ്രയിച്ചുള്ള സ്വകാര്യ കർഷകർ ആശങ്കയിലാണ്. സീഡിന്റെ ഗുണനിലവാരം, തീറ്റയുടെ നിലവാരം, പരിശീലനം നേടിയ ടെക്നീഷ്യന്മാരുടെ അഭാവം, ശാസ്ത്രീയ മേൽനോട്ടത്തിലെ വീഴ്ച ഇവയെല്ലാം ചേർന്നാണ് അഡാക്ക് ഫാമിന്റെ പരാജയത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഫാമിലെ കൃഷി നിർദ്ദിഷ്ട സമയത്തിന് മുൻപ് വിളവെടുത്തുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വരുമാന ഇടിവിന് ഇത് പ്രധാന കാരണമായതാണെന്ന് കർഷകർ പറയുന്നു. ഫാമിന്റെ വരവും ചെലവും നോക്കുമ്പോൾ അവസ്ഥയുടെ ഗുരുത്വം കൂടുതൽ വ്യക്തമാകുന്നു. വർഷം തോറും ചെലവുയരുമ്പോൾ വരുമാനം ഇടിഞ്ഞു വീഴുകയാണ്. ഈ അവസ്ഥ ഒരു സാധാരണ കൃഷി പരാജയമല്ല, ഒരു സമ്പൂർണ്ണ മേഖലയെ തന്നെ അപകടത്തിലാക്കുന്ന സൂചനയാണെന്ന് വിദഗ്ധരും കർഷകരും മുന്നറിയിപ്പ് നൽകുന്നു. അവസ്ഥ കൂടുതൽ വഷളാകുന്നതിന് മുൻപ് ഫാമിന്റെ പ്രവർത്തനം ശാസ്ത്രീയമായി വിലയിരുത്താനും സീഡ്, തീറ്റ ഗുണനിലവാരം ശക്തമായി നിയന്ത്രിക്കാനും സാങ്കേതിക മേൽനോട്ടം പുതുക്കാനും ഒരു സ്വതന്ത്ര വിദഗ്ധ സമിതി ആവശ്യപ്പെട്ട് കർഷകർ മുന്നോട്ട് വരുന്നുണ്ട്. പ്രസ്തുത വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ ഷാൻഡി ജോസഫ് സംസ്ഥാന ഫിഷറീസ് മന്ത്രിക്ക് നിവേദനവും നൽകിയിട്ടുണ്ട്. അഡാക്ക് ഫാമിലെ പരാജയം ഇനിയൊരു സ്ഥാപനത്തിന്റെ പ്രശ്നമല്ല, ഒരു പ്രദേശത്തിന്റെ കൃഷിയുടെയും തൊഴിലിന്റെയും ഭാവി ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയാണെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മീഡിയ ടൈം, മാള. കോണത്തുകുന്ന് മാണിയങ്കാവ് റോഡ് ടാറിംഗ് ഞായറാഴ്ച മുതൽ ആരംഭിക്കും. പ്രവൃത്തിക്ക് മുന്നോടിയായി റോഡ് ഗതാഗതം ക്രമീകരിക്കും. റോഡ് പണി സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും PWD അധികൃതർ വ്യക്തമാക്കി. കോണത്തുകുന്ന് മാണിയംകാവ് റോഡ് ടാറിംഗ് ഞായറാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് PWD അധികൃതർ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിനെ അറിയിച്ചു. ഇപ്പോൾ കോണത്തുകുന്ന് മുതൽ പുഞ്ചപ്പറമ്പ് വരെയാണ് ടാറിംഗ് നടത്തുന്നത്. ശനിയാഴ്ച ഉച്ച മുതൽ ഞായറാഴ്ച വൈകിട്ട് വരെ ടാറിംഗ് പ്രവൃത്തി ഉണ്ടായിരിക്കും. റോഡ് ടാറിംഗ് പ്രവൃത്തികൾക്ക് വേണ്ടി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം റോഡ് ക്രോസ് ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. കോണത്തുകുന്നിൽ നിന്നും മാണിയംകാവിലേക്ക് പോകുന്ന വാഹനങ്ങൾ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ജംഗ്ഷനിൽ കിഴക്കോട്ട് പട്ടേപ്പാടം വഴി പോകണം. പുഞ്ചപ്പറമ്പിൽ നിന്നും കോണത്തുകുന്നിലേക്ക് വരുന്ന വാഹനങ്ങൾ പട്ടേപ്പാടം വഴി പോകേണ്ടതാണെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. റോഡ് പണി സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും PWD അധികൃതർ വ്യക്തമാക്കി. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. വേദന ശരീരം കാർന്നു തിന്നുമ്പോഴും സ്വപ്നങ്ങൾ കൈവിടാൻ സിയ ഫാത്തിമ തയ്യാറായിരുന്നില്ല. സ്വപ്നങ്ങൾക്ക് കരുതലായി ഒപ്പം സർക്കാരും കൂട്ടുനിന്നപ്പോൾ കലോത്സവ വേദിയിൽ പിറന്നത് പുതുചരിത്രം. തൃശ്ശൂരിൽ നടക്കുന്ന 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ എത്താൻ കഴിയാതെ വിഷമിച്ചിരുന്ന സിയ ഇന്ന് അറബിക് പോസ്റ്റർ ഡിസൈനിങ് മത്സരത്തിൽ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലയിലെ VKPKH RVHSSലെ വിദ്യാർത്ഥിനിയായ സിയ ഫാത്തിമ വാസ്കുലൈറ്റിസ് എന്ന ഗുരുതര രോഗത്തോട് പോരാടുകയാണ്. യാത്ര ചെയ്യുന്നത് പോലും ജീവന് ഭീഷണിയായേക്കാമെന്ന ഡോക്ടർമാരുടെ കർശന നിർദ്ദേശപ്രകാരമാണ് അവൾക്ക് തൃശ്ശൂരിലെ കലോത്സവത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാതെയായത്. എന്നാൽ കലോത്സവ വേദിയിൽ മത്സരിക്കണമെന്ന ആഗ്രഹം പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ സന്ദേശത്തിലൂടെ അറിയിച്ചു. മത്സരത്തിനായി വേദിയിലെത്താൻ കഴിയാത്ത ഒരു കുട്ടിയുടെ സ്വപ്നം അതോടെ ഭരണകൂടത്തിന്റെ പരിഗണനയായി.
മാനുഷിക സമീപനത്തിന്റെ ഭാഗമായി സർക്കാർ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചു. അങ്ങനെ തൃശൂരിലെ CMSHSൽ നടന്ന അറബിക് പോസ്റ്റർ ഡിസൈനിംഗ് മത്സരത്തിൽ രാവിലെ 11 മണിക്ക് സിയ ഫാത്തിമയ്ക്ക് വീഡിയോ കോൺഫറൻസ് മുഖേന മത്സരിക്കാനുള്ള അവസരം ലഭിച്ചു. തൃശൂരിലെ CMSHSൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി, റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ്, ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ PM ബാലകൃഷ്ണൻ എന്നിവരും മത്സരം വീക്ഷിക്കാൻ എത്തിയിരുന്നു. ദയ അർഹിക്കുന്ന ഒരു ഹർജിയാണെന്നും അപേക്ഷയാണെന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നിയമം എന്ന് പറയുന്നത് സാധാരണക്കാർക്കുമൊക്കെ വേണമല്ലോ. നിയമം എന്ന് പറയുന്നത് ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണല്ലോ നിയമം. ആ കുട്ടിയുടെ ഞങ്ങളെ എല്ലാവരെയും വേദനിപ്പിച്ച സംഭവം, അവൻ ജില്ലയിൽ മത്സരിക്കുമ്പോൾ അവന് ഒരു അസുഖമില്ല, A ഗ്രേഡ് കിട്ടി. സംസ്ഥാനത്ത് മത്സരിക്കുമ്പോഴാണ് അവന് അപൂർവമായിട്ട് രോഗം വന്നത്. ആ രോഗം ബാധിച്ചതിനെ തുടർന്ന് അവൻ ക്വാറന്റൈനിൽ ജീവിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ആഗ്രഹം ഇതിൽ സംസ്ഥാനത്ത് മത്സരിച്ചില്ലെങ്കിൽ അവൻ മരിച്ചു പോകുന്നതടക്കമാണ് ആ കത്തിലെഴുതിയിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒരു ഉത്തരവ് ഞങ്ങൾ നൽകുകയാണ് ചെയ്തത്. ഇതൊരു ചരിത്ര സംഭവമാണ്. മീഡിയ ടൈം, തൃശൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാളയിൽ കോൺഗ്രസിനെതിരെ ഇടതുപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾക്കെതിരെ മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. UDF ചെയർമാൻ VA അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ദുർഭരണത്തിനെതിരെ, അഴിമതിക്കെതിരെ, രൂക്ഷമായ വിലക്കയറ്റത്തിനെതിരെ, പോലീസ് രാജിനെതിരെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ ഗവൺമെന്റിനെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം ആർക്കാണ് അറിയാത്തത്? ഇടതുപക്ഷ മുന്നണി, പ്രത്യേകിച്ചും CPM അവരുടെ സംസ്ഥാന സമിതി കൂടി തീരുമാനിച്ചത്, വിലയിരുത്തിയത് ഈ പിണറായി ഗവൺമെന്റിനെതിരായ യാതൊരുവിധ വികാരവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല. ഈ ശബരിമലയിൽ നടന്ന കോടികളുടെ സ്വർണ്ണക്കൊള്ളക്കേസൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല. സ്വർണ്ണക്കേസുമായി ജയിലറിൽ റിമാൻഡിൽ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ XMLA ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ജയിലടച്ചതൊന്നും ഈ ഗവൺമെന്റിനെതിരായ വിലയിരുത്തലിൽ കാര്യമായ പങ്ക് വഹിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാന സമിതി കണ്ടെത്തിയിട്ടുള്ള കാരണങ്ങൾ. കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരിച്ച ഇടതുപക്ഷത്തിന്റെ ജനവിരുദ്ധ നടപടികൾ ചർച്ചയാവാതിരിക്കാനാണ് ആരോപണങ്ങൾ ഉയർത്തുന്നത് എന്ന് കോൺഗ്രസ് പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ജിയോ കൊടിയൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ, ഹക്കീം ഇക്ബാൽ, ജോയ് മണ്ടകത്ത്, ജോഷി കാഞ്ഞുത്തറ, TK ജിനേഷ്, അമൻ അൻസാർ, പ്രേമ രാമകൃഷ്ണൻ, ഷെർലി ജോയ്, അജി കാവനാട്, അമ്പളി സജീവ്, സോയ് കോലഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുത്തഞ്ചിറ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. ഒരു സത്യം പറഞ്ഞാൽ നമ്മളിന്ന് പെൻഷൻകാർ വളരെയധികം വേദനയിലും സങ്കടത്തിലൊക്കെയാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൻ്റെ കാരണം ഇവിടുത്തെ കീഴ്വഴക്കമനുസരിച്ച് കാലങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ പരിഷ്കരണം, 5 കൊല്ലം കൂടുമ്പോഴുള്ള പെൻഷൻ പരിഷ്കരണം നമുക്ക് ഇപ്പോൾ 20 മാസമായി ഇന്ന് വരെയും അതിനെക്കുറിച്ച് യാതൊരു നടപടിയിലും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. 2019 ജൂലൈ 1 മുതൽ നമുക്ക് പെൻഷൻ പരിഷ്കരണം ലഭിച്ചു. ആ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ പെൻഷൻ 11,500 രൂപയായി നമുക്ക് നിശ്ചയപ്പെടുത്താൻ സാധിച്ചു. അതിന് പുറമെ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങിയതിന് ശേഷം KSSPUവിൻ്റെ നേതാക്കളുടെ ഇടപെടൽ ഉള്ളതുകൊണ്ട് 80 വയസ്സ് കഴിഞ്ഞവർക്ക് നമ്മൾ സ്പെഷ്യൽ കെയർ അലവൻസ് അനുവദിച്ചു കിട്ടി. യൂണിറ്റ് പ്രസിഡന്റ് MP സുധാകരൻ അധ്യക്ഷത വഹിച്ചു. MR വേലുക്കുട്ടി, MA രാജേന്ദ്രൻ, വിജയ് ഗോപാൽ, TD ഫ്രാൻസിസ്, VN പീതാംബരൻ, PS സീനത്ത്, PG വിജയൻ, CG കരുണാവതി, AV ഗിരിജ, റാണി ജോസഫ്, PK ബാബു, MR സന്തോഷ് ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് EN പരമേശ്വരൻ വരണാധികാരിയായി പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടന്നു. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിലെ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാളിന് കൊടിയേറി. കാരൂർ പള്ളി വികാരി ഫാദർ
ജസ്റ്റിൻ വാഴപ്പള്ളി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജിജോ ചക്കിയത്ത്, ജനറൽ കൺവീനർമാരായ ബോബി മാളിയേക്കൽ, ഐവിൻ പുളിക്കൽ, കൈക്കാരന്മാരായ വിപിൻ പുളിക്കൻ, സിബിൻ ഇളഞ്ഞിക്കൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മവും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും അരങ്ങേറി. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകൻ EG സജിമോന് യാത്രയയപ്പ് നൽകി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മിക്കവാറും ഈ സ്കൂളിൻ്റെ വിഷയങ്ങൾ സംബന്ധിച്ച് ഞങ്ങളായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനൊരു പ്രിൻസിപ്പൽ ജനപ്രതിനിധി ഒന്നും തോന്നാറില്ല. അല്ലാതെ വളരെ അടുപ്പുള്ള രണ്ടുപേര് സംസാരിക്കുന്നത് പോലെ കാഷ്വലായിട്ട് സംസാരിക്കാൻ എപ്പോഴും അങ്ങനെ ഒരു രീതിയിൽ ഇടപെടുന്ന ഒരാളാണ്. ജനപ്രതിനിധികളോട് എനിക്ക് തോന്നുന്നു ആര് വന്നാലും അല്ല, ഇവിടെ പുറത്തുനിന്ന് ഉള്ള PTA അപ്പുറത്തുള്ള ആളുകൾ ആര് വന്നാലും ആ ഇടപെടൽ തീർച്ചയായും വളരെ സൗഹൃദപരമാണെന്ന് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ജനാധിപത്യ സംവിധാനങ്ങൾ PTA, MPTA, പൂർവ്വ വിദ്യാർത്ഥി മറ്റത് എനിക്ക് തോന്നുന്നു ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേണമെങ്കിൽ മറ്റൊരു സ്ഥലത്തുമില്ലാത്ത രീതിയിലുള്ള ആളുകളും ഇവിടെ മിക്കവാറും അതിൻ്റെ കൂടിച്ചേർന്നുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഏത് സംവിധാനങ്ങളുണ്ടെങ്കിലും ഈ വിദ്യാഭ്യാസ പ്രക്രിയ ഏറ്റവും ശക്തിപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും അകമഴിഞ്ഞ് പിന്തുണ നൽകുന്നവരാണ്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ അധ്യക്ഷത വഹിച്ചു. നാടൻപാട്ട് കലാകാരൻ രാജേഷ് തമ്പുരു മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് KK മണികണ്ഠൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ്, പഞ്ചായത്ത് അംഗം PT രാമചന്ദ്രൻ, സീനിയർ അധ്യാപിക KC ഗംഗ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി നഗരത്തിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. നടപടി സ്വീകരിക്കാൻ വൈകിയാൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് പ്രതിഷേധക്കാർ. കല്ലമ്പലം നാവായിക്കുളത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 17 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. അപകടത്തിൽപ്പെട്ടത് കൊടകര MBA കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് പുതുക്കി. 2 വർഷത്തിനും മുകളിലുള്ള നിക്ഷേപത്തിന്റെ പലിശ നിരക്ക് 8 നിന്നും 8.10% ഉയർത്തി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.